സ്വാഗതം. നമ്മളെ കൂടെ മാസിക്കുട്ടനുണ്ട്. മാസി ഹലോ പറ. ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മൊരു പ്രാങ്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് പ്രാങ്ക് എന്താന്ന് വെച്ചാല് നമ്മള് തനുക്കുട്ടീനെ പ്രാങ്കാണെന്നറിയാം. തനുക്കുട്ടീനെ മുറിവ് വെക്കുന്ന പോലെ നമ്മൾ പ്രാങ്ക് ആക്കും. ആരെയാണ് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അവളെ അവിടെ നിർത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് അവള് പുറത്തുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇൻട്രോ ചാലഞ്ച് എന്നിട്ട് ചുറ്റി കളിക്കുമ്പോ നമ്മളെ ബാക്കി വീഡിയോയിലേക്ക് കണ്ടാൽ മതി. ബാക്കി പറയുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളെ പ്രാങ്കിന്റെ സ്ഥാനങ്ങളിലൊക്കെ. ഇതൊന്നില്ല. ജസ്റ്റ് മിനിറ്റ്. വിശ്വസിക്കും. ഹനയുടെ പുതിയ കണ്ടുപിടുത്തം അത് കലക്കായിട്ടാണ്. ഫസ്റ്റ് തന്നെ ഈ ബ്ലഡ് ഇതായപ്പോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അവിടെ നോക്കണം കേട്ടോ. അപ്പൊ ക്യാമറ ഡിസ്റ്റർബൻസ് വരും. കാരണം നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. ഓക്കെ സെറ്റാണോ? വീണ്ടും നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ. അടുത്തത് വെള്ളം ഇതിനകത്ത് കാണുന്നുണ്ടോ? കാണുന്നില്ല കേട്ടോ. ഷൈനിങ് ഉണ്ടോ? ഇതുണ്ടോ? സോ നമ്മളിതേ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് നമ്മളെ കളർ നമ്മളെ രണ്ടാമത്തെ ടെസ്റ്റ് വിജയിച്ചു കേട്ടോ. ഇത് കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര പൊടി കുറച്ച് ഇടാൻ നോക്കിയതാണ്. ഫുള്ളും വീണിട്ട് ഇങ്ങനത്തെ കളറായി. കറക്റ്റ്. പക്ഷെ കറക്റ്റായി നല്ല മെറൂണിഷ് കളറായിരുന്നു. പക്ഷെ അത് ക്യാമറയിൽ കാണുമ്പോൾ ഒരു മാറ്റം. നമുക്ക് നല്ലോണം കേൾക്കാം. കുറച്ചും പിന്നെ ഗമ്മൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇതിനെ ഗമ്മ് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയും. അങ്ങനെയുണ്ട്. അയ്യോ കാണുന്നില്ല, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. കണ്ടോ ഫെവിക്കോളിൻ്റെ ഗമ്മ. ഹന അവിടെ നിന്ന് ഒന്ന് എടുത്തോട്ടോ. കണ്ടോ നമ്മൾ കയ്യിലൊക്കെ ഒഴിച്ച് പൊളിക്കും. ഒഴിക്കട്ടെ. അത് ഇതിനകത്തോ പിന്നെ എന്തോ അങ്ങനെ. സോ അതെ ഇവള് ഗമ്മൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു അവളോട് ഗമ്മ ഒഴിക്കണ്ട, കട്ടപ്പിടിക്കണ് മതി. എത്ര കുറേയൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ ആദ്യം നോക്ക്. പിടിച്ചാൽ മതി. അയ്യോ എന്തെങ്കിലും നടക്കുവോ? നോക്കിട്ടെ എന്തോ പാമ്പ് മാതിരി അവള് കൊളാക്കി. ഉള്ളതും പോയി. വെള്ള കളറിൽ എന്തോ ഒരു ഇറച്ചി മാതിരി തോന്നുന്നുണ്ട്. പൊളിക്കും. എന്തായാലും ഇതാക്കിക്കൊണ്ട് അടിപൊളിയാക്കി. ഇതൊക്കെയാണ് തുറക്കണം. പിന്നില്ല ഒരു കാര്യം, കൊതുകിന് വെക്കുന്ന പോലെ മാസിക്ക് ആളെ വെക്കണം. എന്താ വെച്ചാൽ ഇവന് ഓരോന്നെടുത്ത് തട്ടും. എനിക്ക് കാണുമ്പോൾ നമ്മൾ അവസാനം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നമ്മളെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ പെട്ടെന്ന് എൻ്റെ കൈ ഇതേ ഈ ഒരു പ്ലേസിൽ എവിടെ തട്ടി മുറിയും. അഥവാ നമ്മളൊരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ആക്കിയിട്ട് കീശില എവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കും. സോ കറക്റ്റ് അതുപോലെ എന്നിട്ട് ഫെവിക്കോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കും. ഞാൻ അവരെ മൈൻഡ് മാറ്റിക്കണം. ഓക്കെ അവർ പുറത്തെത്തിച്ച് ഇപ്പോൾ വേറെ റൂമിലെത്തി. അപ്പോൾ നമ്മൾ പ്രാങ്ക് തുടങ്ങാൻ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് മുട്ടുന്ന പോലെ ആക്കും. ഓക്കെ സെറ്റ്. നമ്മളെ ക്യാമറ എവിടെയാണ് സെറ്റാക്കാം. അപ്പോൾ നമ്മൾക്ക് ആ കയ്യിലാക്കാൻ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കുക. അപ്പം
പുറത്താണുള്ളത്. കൈ കുത്തിയ പോലെ ആക്കിയ ഇവിടെ ചാക്കല്ല. നമുക്ക് ഈ ചോര നല്ലോണം അടിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. നടക്കുന്നൊന്നുമില്ല, അറിയില്ല. അടുക്ക് പറയണ്ട ജ്യൂസ് എന്താന്ന്. അയ്യോ ഒരു എന്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരക്ക്. ഹനു ഇങ്ങോട്ടോ. തനു ചോര നേരത്തെ ആടെ ഡാൻസ് കളിക്കാൻ മുട്ടുന്ന വെച്ചിട്ടില്ലേ ചോര. നീ ഇങ്ങോട്ടോ. ഇച്ചാൻ്റെ റൂമിലെ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാം. കഷ്ടപ്പെട്ടെടുത്ത പ്രാങ്കാണ്. സോ ഇനിയിപ്പോൾ തനക്ക് പിടിയിട്ട് ഇനി നമ്മൾ തനെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു ശേഷം നമ്മൾ ഇസനെയാണ് ഇനി പ്രാങ്കിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. തനക്ക് ചെറുങ്ങനെ എല്ലാം മനസ്സിലായി. നമ്മൾ ബുദ്ധിയുണ്ട്. നമുക്ക് ഇജുക്കുട്ടീനെ പ്രാങ്ക് ചെയ്യാം. നമ്മളിനി ഇസനെയാണ് പേടിച്ചിട്ടാ ഉള്ളത്. തന്നെ ഇവിടെ ഉണ്ട്. ഹായ്, ഇവള് ഭയങ്കര ബുദ്ധിമാനത്തിയാട്ടാ. ഞാൻ വിളിച്ച് ഇവള് റോഷൻസ് വ്ളോഗിലെ സൈബിനെ പോലെ ആയിരിക്കണം. ഇവള് ഓരോ വീഡിയോ ഇങ്ങോട്ടോ. നീയല്ലേ സത്യം പറഞ്ഞോ? നീ അന്ന് സത്യം പറഞ്ഞോ? നീയല്ലേ ഇത്? നീയാന്നോ പറഞ്ഞ അനു? എടാ നീ പൊളിയാക്കുന്നുണ്ട്. ഇസിൻ്റെ പ്രാങ്ക് ചെയ്യാട്ടോ. പൊളിച്ച് പ്രാങ്ക് ചെയ്യാം. നീയല്ലേ ഓൻ്റെ കൈ അങ്ങനെ ആക്കിയത്? ഇങ്ങോട്ടോ, നീ ഇങ്ങോട്ട് വാ. ഇജ് ഇങ്ങോട്ടോ. തനുവാ കോളൊന്നുമില്ലോ. തനുവാന്നൊക്കെ അറിയാം. തനുവല്ലേ? ഇങ്ങോട്ടേക്ക് നോക്കണം. ചോദിക്കട്ടെ. എന്ത് ഇവളല്ല പോലെ നമ്മ വീഡിയോയിൽ ഇവളല്ല കണ്ടേ? അഥവാ നമുക്ക് ഇതാ പെയിന്റ് കാണിച്ചു തരാല്ലോ. പെയിന്റ് വാ. ഹനു ഫ്ലാഷ് പെയിന്റ് കാണിച്ചു തരണ ഫ്രണ്ട്സ്. ഇത് 1 മിനിറ്റ് ഫ്ലാഷ് ഓൺ ആക്കണം. അതെ, ഓ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഇത് ടാടേ
ഹണിന്റെ പെയിന്റ് അനുവെടുത്തിട്ട് അലാക്കാക്കിട്ടണ്ട. ഇജക്കുട്ടി പേടിച്ചു കേട്ടാ. അയ്യോ, ഇവിടെ നേരത്തെ ചോദിക്കുന്നുണ്ട് എന്നെ തനുവിൻ്റെ കേട്ടിട്ട് പ്രാങ്ക് ആണോ. അപ്പൊ ഇവൾക്ക് പ്രാങ്ക് എന്താണെന്ന് എന്നെ അറിയില്ല. പറ്റിച്ചേ. ഹനന്റെ കളറാ പെയിന്റ്. ഇത് തുടങ്ങില്ല, ഇത് തൊട്ട് കളിക്കലുണ്ട് എൻ്റെ പെയിന്റ് ഒക്കെ. അതാണ് തന്നെ എടി തന്നെ അതൊന്നും അവിടെ വെച്ചോ, അങ്ങോട്ടാക്കിയിട്ട് വെച്ച മാജിക്ക് എത്താത്ത വിധത്തിൽ. ഇജു കുട്ടി തനു ചോര പറയണ്ട. ഇജു ഇത് എങ്ങനെ അറിയാക്കിയേ? ഹനന്റെ പെയിന്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ലേ പഞ്ചസാരില്ലേ, അത് ഇട്ട് അതുകൊണ്ടാവില്ലേ എനിക്ക് ഗമ്മാക്കി. പേടിപ്പിച്ചതാ. പേടിച്ചു പോയാ? വാ പറ, എന്താ പറയാനുള്ള ഇജുക്ക് പേടിച്ചിട്ട്? ഇജുക്ക് പേടിച്ചിട്ട് എന്താ പറയാനുള്ള? ഈടവാ പേടിച്ചിട്ട് എന്താ പറയാനുള്ളേ? ഇജു പേടിച്ചിട്ട് എന്താ ആക്കേ? ഇജു എന്താ വിചാരിച്ചേ? ഇജു ചോരാന്ന് വിചാരിച്ചിട്ട് എന്താ ആക്കേ? ഇജു പ്രാങ്ക് എങ്ങനെയുണ്ട്? ഇജു മോളെ ആകെ പേടിച്ച്, നല്ല മോളാട്ടാ. ഇജു മോളെ പേടിച്ച് സങ്കടമായിട്ടാ ഉള്ളത് കേട്ടാ. നമ്മളെ കൈ മുറിഞ്ഞുകൊണ്ട് സങ്കടമായ ഇജു ഭയങ്കര നമ്മളെ മുത്താണ്. ഇജുക്ക് ഒരു സമ്മാനം ഉണ്ട് പോലും. അയ്യോ പിണങ്ങിയിരിക്കുകയാണ് ഇജു. താനു ഭയങ്കര ബുദ്ധിമാനത്തി. ഇനിയിപ്പോ വീഡിയോ ഒന്നും നോക്കിയിട്ടില്ല, ഇനിയിപ്പോ എല്ലാ ക്ലിപ്സും കിട്ടിയെന്നൊന്നും അറിയില്ല. ഈ ഒരു പൊട്ടത്തെയാണ് എടുത്തത്. ഇജൊരു ഷെയ്ക്കാൻ്റെ സർപ്രൈസിന്റെ ആക്ട് ചെയ്യാനൊന്നും അറിയില്ല. ഓടിപ്പോയിട്ട് പറയാം എന്തെങ്കിലും ആയാലേ. അങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യേണ്ടത്. ഇവർക്ക് മനസ്സിലായി കേട്ടോ, എൻ്റെ മെല്ലെ എന്തൊക്കെയോ കാട്ടുന്നു. അപ്പൊ നമുക്ക് പിടികിട്ടി ഇവൾക്ക് മനസ്സിലായിരുന്നു. ഇവൾക്ക് വീടെടുക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, അതിന് വേറെ ആക്ട് ചെയ്യും. എന്നെ ഒരു പ്രാങ്ക് എത്തില്ല. അത് എന്താ നമുക്ക് മനസ്സിലാകാൻ കാരണം എന്താണ്? ഇവള് ഭയങ്കര ആക്റ്റീവ്, ഭയങ്കര ക്യാമറന്റെ മുമ്പിൽ വല്ല സ്റ്റൈലാക്കിയിട്ട് നടക്കും. അയ്യോ, അത് കുറച്ച് ടെസ്റ്റിങ് ആയിപ്പോയി. അയ്യോ, ഇവിടെ പിണക്കം നിന്നിട്ടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും സമ്മാനത്തെ വരൂ, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ്. നമുക്ക് ഞാൻ ആക്കി കൊടുക്കും. എന്റെ ഭാഗ ഗിഫ്റ്റ്, എന്റെ ഭാഗ അതോ